പക്ഷേ കേരളത്തിൽ ആരോഗ്യരംഗത്തിനെതിരെ ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. കൂത്തുപറമ്പ് ആശുപത്രിയുടെ പുതിയ ബഹുനില ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒരു നാട് ഉത്സവമായി ഏറ്റെടുത്ത കാഴ്ചയാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒട്ടും അതിശയോക്തിയില്ലാതെ എത്ര സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ ഈ നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ ഒരുപാട് പഴയ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്, സൂപ്രണ്ടുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ്, ഈ ആശുപത്രിയിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവർ. അതുപോലെ ഇതിന് തൊട്ടു മുൻപ് പ്രവർത്തിച്ച സൂപ്രണ്ട് ഡോക്ടർ അലി എന്നെയും ഞങ്ങളവിടെ നിന്ന 2-3 പേരെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ ഒരു വാട്സപ്പ് കൊണ്ട് കാണിച്ചൊരു സന്ദേശം. അപ്പം അതിൽ ചോദിച്ചിരിക്കുകയാണ്, ഡോക്ടറെ ഈ കെട്ടിടം എന്ന് നിങ്ങൾ ഈ കാണിക്കുന്ന വിഷ്വൽ വല്ല നിർമ്മിത ബുദ്ധി വല്ലതും ആണോ, വല്ലതും ആണോ, അതോ ഇത് ശരിക്കും ഒരു സർക്കാർ ആശുപത്രിയാണോ എന്ന് അദ്ദേഹത്തിന് ഒരു വാട്സപ്പ് സന്ദേശം ഒരു ഡോക്ടർ അയച്ചത് അദ്ദേഹം കാണിക്കുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കൂത്തുപറമ്പ് ആശുപത്രി എന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ ഇന്ന് ഈ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളോടും കൂടിയാണ്, നബാർഡിന്റെ ഫണ്ട് കൂടാതെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായി ബഹുമാനിയായിട്ടുള്ള ശൈല ടീച്ചർ ഇവിടെയുണ്ട്. ടീച്ചറിന്റെ കാലത്താണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആരോഗ്യ വകുപ്പ് പ്രത്യേകമായിട്ട് ഫണ്ട് വെച്ചുകൊണ്ട് ഇതിന് ഫർണിച്ചറും മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അവലോകനങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്, ഇതിന്റെ നിർമ്മാണം നടക്കുന്ന വേളയിൽ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ പഴയ ആശുപത്രിയിൽ നിന്ന് അങ്ങ് ക്യൂ നീളും. 500-600 ആളുകളിലധികം അമ്മമാരും ഉമ്മമാരും കുഞ്ഞുങ്ങളും പ്രായമുള്ള അച്ഛന്മാരും ഒക്കെ തന്നെ ആ വെയിലത്ത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് നോക്കൂ, അതിമനോഹരമായി ശീതീകരിച്ച മുറിയിൽ നല്ല ഇരിപ്പിടങ്ങളോടെ OP മുറികൾ സജ്ജമാക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിയെ ജനസൗഹൃദവും ജനകീയവും രോഗി സൗഹൃദവുമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതാണ് ആർദ്രത്തിന്റെ ലക്ഷ്യം. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ പറയുകയുണ്ടായി, ആധുനികമായിട്ടുള്ള ക്യാൻസർ രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാമോഗ്രാം നമ്മളിവിടെ സ്ഥാപിച്ചു. ഈ 9 വർഷ കാലയളവിലാണ്. മുൻപ് മെഡിക്കൽ കോളേജിലും ക്യാൻസർ സെന്ററുകളിലും മാത്രമേ ക്യാൻസർ ചികിത്സ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് ക്യാൻസർ ചികിത്സ നമ്മൾ വികേന്ദ്രീകരിച്ചു. എന്തിനാണ് വികേന്ദ്രീകരിച്ചത്? സാമ്പത്തിക പ്രതിസന്ധി ആളുകൾക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സർക്കാർ ആശുപത്രികളിലേക്ക് ക്യാൻസർ ചികിത്സ എത്തിക്കുന്ന സംവിധാനം ഒരുക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, MCCയുടെ ഡോക്ടർ സതീശൻ ഡോക്ടർ ഇവിടെയുണ്ട്. രാജ്യത്ത് തന്നെ അപൂർവമായി ക്യാൻസർ ചികിത്സയിൽ കാർട്ടി സെൽ തെറാപ്പി, ഞാനിത് പറയുന്നത് ഒരു പക്ഷേ ചില മുഖ്യധാര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ ഇത് വലിയൊരു ഇൻഫർമേഷനാണ്. അതായത് ക്യാൻസർ രോഗത്ത് ചികിത്സയ്ക്കായിട്ട് ക്യാൻസർ രോഗബാധ ഇല്ലാത്ത കോശങ്ങളെ ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ ചികിത്സിക്കുന്ന കാർട്ടി സെൽ തെറാപ്പി നമ്മുടെ രാജ്യത്ത് തന്നെ അപൂർവമായി മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ കാർട്ടി സെൽ തെറാപ്പി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ ആണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിവിടെ മാമോഗ്രാം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട CM പറഞ്ഞു, ഗെയിൽ അവരുടെ CSR ഫണ്ടിൽ നിന്നാണ് അത് ലഭ്യമാക്കിയത്. ബഹുമാന്യനായിട്ടുള്ള ശിവദാസൻ MP, ശ്രീ ശിവദാസൻ MP, അദ്ദേഹത്തിന്റെ നല്ലൊരു ഇടപെടൽ അതിന്റെ ഭാഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രത്യേകമായ ഗെയിലിനോട് ഈ അവസരത്തിൽ നന്ദി ഞാൻ അറിയിക്കുന്നു. ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള മാമോഗ്രാമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലയെ, ഞാൻ മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നില്ല, കണ്ണൂർ ജില്ല മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ മലബാർ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ളവയിൽ വന്നിട്ടുള്ള മാറ്റം, നമുക്ക് പയ്യന്നൂരും കണ്ണൂർ ജില്ലാ ആശുപത്രിയും ഉദ്ഘാടനം ചെയ്തു. അതിമനോഹരമായിട്ടുള്ള പുതിയ സംവിധാനങ്ങളോടെ അവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിട്ടിയിലും പേരാമ്പ്രയിലും ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെ തരണം ചെയ്തുകൊണ്ട് അതിന് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞു. വളരെ വേഗം നിർമ്മാണം മുന്നോട്ട് പോവുകയാണ്. തലശ്ശേരിയിൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ മണ്ഡലത്തിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് ജനുവരി മാസത്തിൽ പൂർത്തിയാകുന്നു. പുതിയ കെട്ടിടം അവിടെ 10 കോടി രൂപയുടെ അതിന്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് പോകുന്നു. ബഹുമാന്യനായ ഗോവിന്ദമാഷിന്റെ മണ്ഡലത്തിൽ
തളിപ്പറമ്പിൽ കിഫ്ബിയുടെ പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. അമ്മയും കുഞ്ഞും ബ്ലോക്കും അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇരിക്കൂരിൽ ഇനിയും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോവുകയാണ്. മലയോര മേഖലയായ പെരിങ്ങോമിൽ ഞാൻ ഈ എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ ആളുകളുടെ ഒരു ആവശ്യമായിരുന്നു, രാത്രിയിൽ സേവനം ഉണ്ടാകണം, താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിലേക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണം. അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു, അത് പൂർത്തീകരിച്ചു, അവിടെ ഡയാലിസിസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ബോർഡ് മാറ്റി വെക്കുകയല്ല ചെയ്തത്, പകരം സംവിധാനങ്ങളിൽ മാറ്റമുണ്ടായി, സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ 2023 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5417 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രസക്തി? നമുക്ക് പഞ്ചായത്ത് തലത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ആർദ്ര മിഷനിലൂടെ 885 ആരോഗ്യ കേന്ദ്രങ്ങളിൽ 740 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ശേഷിക്കുന്നതും ഈ ദിവസങ്ങളിൽ പൂർത്തിയാക്കാനായിട്ട് കഴിയും. 9 വർഷങ്ങൾക്ക് മുൻപ് 14-15 ആശുപത്രികളിൽ മാത്രമേ ഡയാലിസിസ് ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് 128 ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഒരുക്കാനായിട്ട് സജ്ജമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. സ്പെഷ്യാലിറ്റി ചികിത്സ താലൂക്ക് തലം മുതൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. കാത്ത് ലാബുകളുടെ എണ്ണം നമ്മളൊന്ന് പരിശോധിച്ചാൽ മുൻപ് കാത്ത് ലാബ് ഉണ്ടായിരുന്നത് മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയും കോട്ടയത്തും കോഴിക്കോടും 4 മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് ഓരോ വർഷങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. വി കെ നായനാരുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. 2006-2007 VS അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറാണ്. ബഹുമാനിയായിട്ടുള്ള ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നമ്മൾ ഡയാലിസിസ് വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങി. ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം 3 ഇടത്തു കൂടി അവസാനം അനുവദിച്ചു. വയനാടും കാസർഗോഡും ഉൾപ്പെടെ അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 22ഓളം ഇടങ്ങളിൽ കാത്ത് ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 9 വർഷം മുൻപ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു നേതാവ് പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കാലത്ത് ഡോക്ടർമാർക്ക് രോഗികളെയൊക്കെ നോക്കാൻ ഇഷ്ടം പോലെ സമയമായിരുന്നു. കാരണം രോഗികളെ ഓരോരുത്തർക്കും കുറേ സമയമെടുത്ത് രോഗികളെ നോക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് ഡോക്ടേഴ്സിന് രോഗികളെ നോക്കുന്നതിന്റെ സമയം കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? അത്രയും അധികം രോഗികൾ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നു. അടുത്ത സെന്റൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത സെന്റൻസ് പറയാണ്, കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നിരിക്കുന്നു. അവരുടെ കാലത്ത് സർക്കാർ ആശുപത്രികളിൽ രോഗികൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് സർക്കാർ ആശുപത്രികളിലെ തിരക്കി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ ഇരട്ടിയായിട്ട് കൂടി OPയും IPയും. ഞാനിവിടെ ആശുപത്രിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ അവിടെ വന്നു എന്നോട് പറഞ്ഞു, ഇവിടെ ഡയാലിസിസ് ചെയ്യാണ്, 2 ഷിഫ്റ്റാണ് ഉള്ളത്. നമ്മളിപ്പോൾ 46 ലക്ഷം രൂപയും കൂടെ അനുവദിച്ചിട്ടുണ്ട്, കൂടുതൽ മെഷീൻസ് അനുവദിക്കും. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തല്ലേ ഇപ്പോ നമുക്ക് ലാബ് പരിശോധനയുണ്ട് ഡയാലിസിസിന്റെ ഭാഗമായിട്ട്, എത്ര രൂപയാകുമായിരുന്നു പുറത്ത് ചെയ്യുമ്പോൾ? അതിപ്പോ ഇത്ര രൂപ, 2000 രൂപയൊക്കെ ആകുമായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന മാറ്റം എന്താണെന്നറിയാമോ? ആ പുറത്ത് ചെയ്യുന്ന സ്വകാര്യ ലാബിൽ ചെയ്യുന്ന പരിശോധന നമ്മുടെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചെയ്യാനായിട്ട് കഴിയും. സൗജന്യമായി നിർണയ എന്ന അതിവിപുലമായിട്ടുള്ള പദ്ധതിയിലൂടെ നമ്മുടെ ലാബ് സംവിധാനങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. 131 പരിശോധനകൾ ചെയ്യാൻ കഴിയും. ഇവിടെ ഡോക്ടർ പറയുന്ന പരിശോധനകൾ ഇവിടെ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കും, അല്ലെങ്കിൽ ഉയർന്ന ലാബിൽ പോയി പരിശോധിച്ചിട്ട് ഇവിടെ നമുക്കതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ വരും. പ്രിയപ്പെട്ടവരെ, ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റമാണ്. ആൻജിയോപ്ലാസ്റ്റി മുൻപ് 5-6 ലക്ഷം രൂപയായിരുന്നു സ്വകാര്യ മേഖലയിൽ. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ കാസ്പ് ഉള്ളവർക്ക് സൗജന്യമായി നൽകുന്നു. കാസ്പ് ആരോഗ്യ പരിരക്ഷ ഇല്ലാത്തവർക്കാണെങ്കിൽ ആ സ്റ്റെന്റിന്റെ ഏറ്റവും മിനിമമായി സ്റ്റെന്റിന്റെ വില കൊടുത്താൽ മതിയാവും. എന്നാലും നിങ്ങൾക്ക് പണമുണ്ടോ, ഉണ്ടെങ്കിൽ ചികിത്സിക്കുന്നു ഒരു സർക്കാർ ആശുപത്രിയും പറയില്ല. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 40-45 ലക്ഷം രൂപ സ്വകാര്യ മേഖലയിലാവുമെങ്കിൽ സൗജന്യമായി സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കോഴിക്കോട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എന്തിനേറെ ഒരു ഡയാലിസിസിനെ കുറിച്ച്, ഡയാലിസിസ് വലിയ അതിലൂടെ കടന്നു പോകുന്നത് വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ട്. ഒരു ഡയാലിസിസിന് സ്വകാര്യ മേഖലയിൽ 1500 മുതൽ 2000 രൂപ വരെയാണ്
ചെലവ് ആകുന്നത് ഒരു ഡയാലിസിസിന്. അങ്ങനെയാണെങ്കിലോ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യേണ്ടവർക്ക് 4500 രൂപയാകും. മാസമാണെങ്കിലോ 4500 ഗുണം 4 എത്ര രൂപ? ഒരു കുടുംബത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വരുമാനമില്ലാത്ത കുടുംബങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ താലൂക്ക് ആശുപത്രികൾ മുതൽ ഡയാലിസിസ് സൗകര്യം ആരംഭിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ ജീവിതങ്ങളിലേക്ക് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. നല്ല മാറ്റം അതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ MLA പറഞ്ഞത് പാനൂരില് നമ്മുടെ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥലം കേസുണ്ടായിരുന്നു, തർക്കമുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് കോടതി വ്യവഹാരങ്ങളൊക്കെ അവസാനിച്ചു. അതിനുശേഷം നമുക്ക് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ സജീവമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. കേരളത്തിന്റെ ഇത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്, നമ്മുടെ മുന്നിലെ സത്യമാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. ഇതുപോലെയാണ് എല്ലാ ആശുപത്രികളിലും, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ. മഞ്ചേശ്വരത്ത് പ്രതിപക്ഷത്തിന്റെ MLA ആണ്, അദ്ദേഹം അവിടെ നിന്ന് പരസ്യമായി പറഞ്ഞു, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആരോഗ്യ മേഖലയിൽ മാറ്റമുണ്ടായ കാലഘട്ടമാണ് ഇത്. അവിടെ മംഗൽപാടി ഉൾപ്പെടെ കർണാടകയുമായിട്ടുള്ള ബോർഡർ പങ്കിടുന്നത് ഉൾപ്പെടെ അങ്ങനെ പാറശാല മുതൽ മംഗൽപാടി വരെ ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കേരളത്തിൽ ആരോഗ്യരംഗത്തിനെതിരെ ഗൂഢമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ്? 1-2 വാചകങ്ങളിൽ ഞാൻ പറയാം എന്തുകൊണ്ട് എന്നുള്ളതിന്റെ കാരണം കൂടി. രാജ്യത്താകമാനം തന്നെ വലിയ കുത്തകകൾ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരികയാണ്. പല ധനകാര്യ മാസികകളും മാധ്യമങ്ങളും പറയുന്നു കേരളത്തിന് പുറത്ത് അങ്ങനെയുള്ള കുത്തകകളുടെ ഇൻവെസ്റ്റ്മെന്റ് 1.5 കോടിയാണ് ഒരു ബെഡിന്. കേരളത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാമോ? 2.5 കോടി രൂപ ഒരു ബെഡിന്. അതായത് പല ആശുപത്രികളും വലിയ ആഗോള കുത്തകകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായി വന്നിരിക്കുന്നുണ്ടാകാം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്കറിയാം, ഇന്നിവിടെ തടിച്ചുകൂടിയ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം, ഇത് പോരാട്ടത്തിന്റെ ഭൂമിയാണ് കൂത്തുപറമ്പ്. ഈ പോരാട്ട ഭൂമിയിൽ ഇത്രയും അധികം ആളുകൾ എത്തുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ്. ആ പ്രഖ്യാപനം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഞങ്ങൾ പൊന്നുപോലെ സംരക്ഷിക്കും, ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇത് എന്നുള്ളത് ഞാൻ കാണുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഒരു 2 വാചകം കൂടി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സംസ്ഥാനതല ഉദ്ഘാടനമാണ്. അതായത് ഗർഭാശയകള ക്യാൻസർ, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ മാമോഗ്രാം, അത് ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആദ്യം കണ്ടുപിടിക്കാം. തുടക്കത്തിൽ കണ്ടുപിടിച്ച പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാം, ഒരു പേടിയും വേണ്ട. ഫെബ്രുവരി 4-ാം തീയതി നമ്മൾ ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിനിൽ ഇതുവരെ 20 ലക്ഷം ആളുകൾ സ്ക്രീനിങ്ങിന് വിധേയമായി കഴിഞ്ഞു. ഈ ഗർഭാശയകള ക്യാൻസർ, അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വാക്സിൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാക്സിൻ ആണ് എന്ന് ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ HPV വാക്സിൻ കുട്ടികൾക്ക് നൽകുക എന്നുള്ളത് ഒരു കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘവീക്ഷണത്തോടെ നമ്മൾ നടത്തുന്ന ഒരു ഇടപെടലാണ്. പൊതുസമൂഹം കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വാക്സിനേഷൻ സാധ്യമാക്കുന്നത്. ഇപ്പോൾ ലയൺസ് ക്ലബ് ഉൾപ്പെടെയുള്ളവർ അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. അത് കൃത്യമായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട CM പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും രോഗമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഗുണനിലവാരമുള്ള ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്, ക്യാൻസർ ഇല്ലാതെ, ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതെ. അതുകൊണ്ടാണ് നമ്മൾ ജീവിതശൈലി രോഗനിർണയം സർവേ നടത്തുന്നു, അതിനിടപെടൽ നടത്തുന്നു. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്ലിനിക്കുകൾ, എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീകളുടെ ക്ലിനിക്കുകൾ, ഡയബറ്റീസ് ക്ലിനിക്ക്, രക്താതി സമ്മർദ്ദമുള്ളവർക്ക് ക്ലിനിക്ക്, ഇതെല്ലാം നടത്തുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് മാത്രം പറയട്ടെ.